ആകാശവാണി. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണൂർ ജില്ല. ചരിത്രപരവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ നിരവധി പ്രത്യേകതകളുണ്ട് കണ്ണൂർ ജില്ലയ്ക്ക്. തറികളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂർ. കൈത്തറിയുടെ സമ്പന്നമായ ഓർമ്മകൾ ഇന്നും ജില്ലയിലെ പല കോണുകളിലും നിലനിൽക്കുന്നുണ്ട്. ചില വീട്ടകങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കാം തറികളുടെ ആ ചടുല താളം. സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ നിറഞ്ഞുനിന്ന സ്വദേശി പ്രസ്ഥാനത്തിന് ഊർജം പകർന്ന ഖാദിയുടെ ഉറച്ച വേരുകൾ ഇന്ന് ജില്ലയിലെ വിവിധയിടങ്ങളിൽ പടർന്നു കിടപ്പുണ്ട്. ജീവതാളത്തെ ചടുലമാക്കാൻ നിരവധി കുടുംബങ്ങൾ കൈത്തറിയിലും ഖാദി മേഖലയിലും സജീവമാണ്. അത്യുത്തര കേരളത്തിന് മാത്രം അവകാശപ്പെടുന്ന കളിയാട്ടങ്ങൾ കണ്ണൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളമാണ്. മാസങ്ങളോളം നീണ്ടുനിൽക്കുന്ന തെയ്യക്കാലം ജില്ലയിലെ കാവുകളിലെ കൂട്ടായ്മയുടെ സമൃദ്ധകാലം കൂടിയാണ്. കാവുകളിൽ ആളനക്കവും ആരവവും ഉയരുന്നത് ഇക്കാലത്താണ്. ജാതിമത ഭേദമില്ലാതെ തെയ്യാട്ടങ്ങൾ ആസ്വദിക്കാൻ ആളുകൾ കൂടിച്ചേരുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയും. തലയുയർത്തി നിൽക്കുന്ന മലകളും മനോഹരമായ കുന്നിൻ ചെരുവുകളും വിശാലമായ സമതലങ്ങളും നീളമേറിയ കടൽത്തീരവും കൊണ്ട് അനുഗ്രഹീതമാണ് കണ്ണൂർ ജില്ല. സഞ്ചാരികൾക്ക് പറുദീസയൊരുക്കുന്ന സുന്ദരമായ ഭൂവിഭാഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ദേശം. കേരളത്തിൽ ഏറ്റവും നീളമേറിയ കടൽത്തീരമുള്ള ജില്ലയും കണ്ണൂരാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവ് ഇൻ ബീച്ച് എന്ന ഖ്യാതി ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചിന് അവകാശപ്പെട്ടതാണ്. 4 കിലോമീറ്ററിലധികം കടലിനോട് ചേർന്ന് വാഹനമോടിച്ച് പോകാനാവുന്നു എന്നതാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ പ്രത്യേകത. പയ്യാമ്പലം, ധർമ്മടം, ചൂട്ടാട്, തോട്ടട, ആദികടലായി, ഏഴര ഇവയെല്ലാം വിദേശ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെയുള്ളവരുടെ ഇഷ്ട കേന്ദ്രങ്ങളാണ്. ബീച്ചുകളോടനുബന്ധിച്ചുള്ള റിസോർട്ടുകളും ജില്ലയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ഘടകങ്ങളായി മാറിവരുന്നു. ചരിത്ര സ്മാരകങ്ങൾ നിരവധിയുണ്ട് ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായിരുന്ന ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 നിർമ്മിച്ച സെന്റ് ആഞ്ചലോ കോട്ട നഗരത്തിനടുത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു. കടലിന് അഭിമുഖമായി നിലകൊള്ളുന്ന ഈ കോട്ട ചരിത്രത്തിന്റെ പരിച്ഛേദമായി സഞ്ചാരികളെ ആകർഷിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ് കണ്ണൂർ കോട്ട. ഉപ്പു സത്യാഗ്രഹത്തിന്റെ സമ്പന്നമായ ഓർമ്മകൾ നിലനിൽക്കുന്ന പയ്യന്നൂരിലെ ഉളിയത്ത് കടവും വാണിജ്യ തലസ്ഥാനമെന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന തലശ്ശേരിയും വീരപഴശ്ശിയുടെ ധീരമായ ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന പഴശ്ശിയുമെല്ലാം ജില്ലയുടെ ചരിത്രത്തിന്റെ ഉയർന്ന ഏടുകളാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറയ്ക്കൽ രാജവംശത്തിന്റെ ആസ്ഥാനവും കണ്ണൂരായിരുന്നു. ദൃഢതയേറിയ സാഹോദര്യത്തിന്റെ ആത്മബന്ധമായിരുന്നു ചിറക്കലും അറയ്ക്കലും തമ്മിൽ. ആ ദൃഢതയുടെ പാരമ്പര്യം ഇന്നും ഈ പ്രദേശത്തുകാർ കാത്തുസൂക്ഷിക്കുന്നു. കാർഷിക മേഖലയിലൂടെ ഉയർന്നുവന്ന പാരമ്പര്യമാണ് ജില്ലയുടേത്. കുടിയേറ്റത്തിലൂടെ മലയോരത്തെ കാർഷിക സമൃദ്ധമാക്കിയ ചരിത്രവും ജില്ലയ്ക്കുണ്ട്. വിദേശ ജോലികൾ തേടിപ്പോയവരിലൂടെ സമ്പന്നമായ നാടിന്റെ ചിത്രവും കണ്ണൂരിൽ നമുക്ക് കാണാനാകും. കച്ചവട മാർഗങ്ങളിലൂടെ ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കാനായതും ജില്ലയുടെ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ. ജനാധിപത്യ രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം നിർണയിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് തിരഞ്ഞെടുപ്പ്. അടുത്ത 5 വർഷം നമ്മുടെ സംസ്ഥാനം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അസുലഭ അവസരമാണിത്. തങ്ങളുടെ പരമമായ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുള്ള സുവർണ അവസരവും. കണ്ണൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിൽ ആകെ 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ എന്നീ നിയോജക മണ്ഡലങ്ങളിലായി ആകെ 22,35,263 വോട്ടർമാരുണ്ട്. ഇതിൽ 11,24,959 സ്ത്രീ വോട്ടർമാരും 10,52,014 പുരുഷ വോട്ടർമാരുമുണ്ട്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ 11 വോട്ടർമാരും ജില്ലയിലുണ്ട്. ജില്ലയിലെ പ്രവാസി വോട്ടർമാരുടെ എണ്ണം 58,279 ആണ്.
തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഏറ്റവും കുറവ് പേരാവൂർ മണ്ഡലത്തിലും. തളിപ്പറമ്പിൽ 2,38,050 വോട്ടർമാരും പേരാവൂരിൽ 1,84,233 വോട്ടർമാരുമുണ്ട്. പയ്യന്നൂരിൽ 1,92,133 കല്യാശ്ശേരിയിൽ 2,12,843 ഇരിക്കൂറിൽ 2,02,618 അഴീക്കോട് 1,94,626 വോട്ടർമാരുമാണ് ഉള്ളത്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ 1,89,519 ധർമ്മടത്ത് 2,11,005 വോട്ടർമാരുമുണ്ട്. തലശ്ശേരിയിൽ 1,92,601 കൂത്തുപറമ്പിൽ 2,13,118 മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ 2,05,117 വോട്ടർമാരാണുള്ളത്. 2,177 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ പേരാവൂറും ഇരിക്കൂറും തളിപ്പറമ്പും മലയോര പ്രദേശം ഉൾപ്പെട്ടതും അഴീക്കോടും കണ്ണൂരും ധർമ്മടവും തലശ്ശേരിയും തീരപ്രദേശം ഉൾപ്പെട്ടതുമാണ്. ഇരിക്കൂറും പേരാവൂരും UDFും മറ്റിടങ്ങളിൽ LDFുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. LDF സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടവും UDF സ്ഥാനാർത്ഥിയായ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരും UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ ജനവിധി തേടുന്ന തളിപ്പറമ്പും ജില്ലയിലെ ശ്രദ്ധേയ മണ്ഡലങ്ങളാണ്. ധർമ്മടത്ത് UDFിലെ VP അബ്ദുൾ റഷീദും NDA സ്ഥാനാർത്ഥിയായി K രഞ്ജിത്തുമാണ് മത്സരരംഗത്തുള്ളത്. പേരാവൂരിൽ LDF സ്ഥാനാർത്ഥിയായി KK ശൈലജയും NDAയിലെ പൈലി വാത്യാട്ടും ജനവിധി തേടുന്നു. തളിപ്പറമ്പിൽ PK ശ്യാമള LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥിയായി N ഹരിദാസാണ് മത്സരരംഗത്തുള്ളത്. പയ്യന്നൂരിൽ നിലവിലെ MLA കൂടിയായ TI മധുസൂദനാണ് LDF സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ AP ഗംഗാധരനും ജനവിധി തേടുന്നു. ജില്ലയിലെ കണ്ണൂർ നിയോജക മണ്ഡലവും ശ്രദ്ധേയ മണ്ഡലമായി മാറുകയാണ്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി LDF സ്ഥാനാർത്ഥിയായും TO മോഹനൻ UDF സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു. C രഘുനാഥാണ് കണ്ണൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. കണ്ണൂർ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ആകാശവാണി വാർത്തകളോട്. നമുക്ക് ജില്ലയിൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വോട്ടിംഗ് മെഷീനുകളുടെ കാര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ റാൻഡമൈസേഷൻ ശേഷം എല്ലാ മെഷീനുകളും നമ്മൾ അതത് റിട്ടേണിംഗ് ഓഫീസർമാരെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും ഇനി കമ്മീഷനിങ്ങും മറ്റും നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 3 കൗണ്ടിംഗ് സെന്ററുകളാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടാവുക. അതിൻ്റെയും സജ്ജീകരണങ്ങൾ തുടങ്ങാൻ ആയിട്ടുണ്ട്. അതിനുള്ള ജോയിന്റ് ഇൻസ്പെക്ഷൻ അടക്കം ഒബ്സർവർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കും. 3 എന്ന് പറയുമ്പോൾ തളിപ്പറമ്പിലുള്ള സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂള്, അതേപോലെ ചിന്മയ ടെക്നോളജിയുടെ ചാലയിലുള്ള ക്യാമ്പസ്, ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ഇങ്ങനെ 3 സെന്ററുകളാണ് കൗണ്ടിങ്ങുകളിൽ നടക്കുക. അതിലുള്ള സജ്ജീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഏകദേശം 1800 സീനിയർ സിറ്റിസൺസും, അത് 85 മുകളിലുള്ളവരാണ് ഈ കൗണ്ടിൽ വന്നിട്ടുള്ളത്. 22,928. അപ്പോൾ 40,000-ഓളം വോട്ടർമാർ ഹോം വോട്ടിങ്ങിലേക്ക് പോകും. അത് പോളിംഗ് ഡേന് മുമ്പ് തന്നെ 203 ടീമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 203 ടീമുകൾ വെച്ചുകൊണ്ട് 7 ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. അതിന് സ്പെഷ്യൽ പോളിംഗ് ടീമുകൾ, സ്പെഷ്യൽ പോളിംഗ് ടീം എന്ന് പറയുമ്പോൾ പോളിംഗ് ഓഫീസർ, മറ്റുള്ള പോളിംഗ് സ്റ്റാഫ്, പോലീസ് ഉദ്യോഗസ്ഥൻ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ എന്നടക്കമുള്ള BLO അടക്കമുള്ള ടീമായിരിക്കും ഇവിടെ പോവുക. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടുള്ള പ്രകാരം BLAമാർക്കും ഇവരുടെ റൂട്ടുകളും സമയങ്ങളും എല്ലാം ഓരോ ദിവസവും അവരായിട്ട് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും എത്തുക. നമുക്ക് 2,177 പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. അതിൽ 6 ഓക്സിലറി ബൂത്തുകൾ, നമുക്ക് 1,400 മുകളിലുള്ള ഓക്സിലറി ബൂത്തുകൾ 6 എണ്ണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനും നമ്മൾ കഴിഞ്ഞ 3 ഇലക്ഷനുകളായിട്ട് നമുക്ക് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും 100% വെബ്കാസ്റ്റിംഗ് ഉണ്ട്. ഈ പ്രാവശ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അകത്തുള്ള വെബ്കാസ്റ്റിംഗിന് കൂടാതെ പുറത്തേക്കുമുള്ള ഒരു ക്യാമറ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഉള്ള അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അത് പ്രകാരം കൺട്രോൾ റൂം, ജില്ലാ കളക്ടറുടെ കൺട്രോൾ റൂമിലും അതേപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർമാർ കൺട്രോൾ റൂമിലും ഈ വീഡിയോ ഫീഡ് ഉണ്ടാവും. അത് വെച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ അണികളെല്ലാം അതേപോലെ ഏജൻറ്റുകളും എല്ലാം വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പ്രശ്നബാധിത ബൂത്തുകളുടെ ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് ആവശ്യത്തിനുള്ള പോലീസ് ഫോഴ്സും ഇവിടെ അവൈലബിൾ ആവും. അതിൻ്റെ ഡീറ്റെയിൽസിന് ശേഷം നമുക്കതിൽ പല കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആണെങ്കിലും അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിനുശേഷം SP-യും CP-യും ഈ കാര്യങ്ങൾ അറിയും.
പ്രശ്നബാധിത ബൂത്തുകളിലും അതേപോലെ തന്നെ ഹോം വോട്ടിങ്ങിലും മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചുകൊണ്ടുള്ള ഓർഡറുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ പരിശീലനം നമ്മൾ ഒബ്സർവർമാരുടെ നമ്മുടെ ജില്ലയിൽ 15 ഒബ്സർവർമാരുണ്ട്. 8 ജനറൽ ഒബ്സർവർമാർ, 4 പോലീസ് ഒബ്സർവർമാർ, 3 എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാർ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് മൈക്രോ ഒബ്സർവർമാർ ത്രൂവും മറ്റുള്ള ഒബ്സർവർമാർ ത്രൂവുമാണ് ഈ കാര്യങ്ങളിൽ ഹോം വോട്ടിങ്ങും പ്രശ്നബാധിത ബൂത്തുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർമാരുടെ കീഴിൽ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് 223 സെക്ടർ ഓഫീസർമാരും അസിസ്റ്റന്റ് സെക്ടർ ഓഫീസറും വില്ലേജ് ഓഫീസർമാർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരാണ്. അവർ ത്രൂ എല്ലാ പോളിംഗ് സ്റ്റേഷൻസിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ മണ്ഡലത്തിലും 3 സ്ക്വാഡുകൾ 8 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 9 സ്ക്വാഡുകൾ ഓരോ മണ്ഡലത്തിലും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമായിട്ടും ഫ്ലൈയിങ് സ്ക്വാഡായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോഗ്രാമുകൾ, ഈ റാലികളും പ്രൊസഷനുകളും എല്ലാം കവർ ചെയ്യാൻ വേണ്ടി വീഡിയോ സർവൈലൻസ് ടീമുകൾ 22 എണ്ണം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ വ്യൂയിങ് ടീം 11 ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 11 അക്കൗണ്ടിംഗ് സ്ക്വാഡുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മണ്ഡലത്തിലും അതത് കാൻഡിഡേറ്റുകളുടെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാൻഡിഡേറ്റുകളുടെ എക്സ്പെൻഡിച്ചറിലേക്ക് ഈ കാര്യങ്ങളിലേക്കെല്ലാം വളരെ കൃത്യമായിട്ട് കണക്കുകൾ വരും. പെരുമാറ്റച്ചട്ട ലംഘനത്തിലും എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിലേക്കുള്ള ആക്ഷൻ എടുക്കുന്നതായിരിക്കും. സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടുകളുടെ പരിശോധന നമ്മൾ 3 ഡേറ്റുകൾ തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 31 ഏപ്രിൽ 4 ഏപ്രിൽ 7 ഈ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടുകളുടെ പരിശോധന എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാർ നടത്തുന്നതായിരിക്കും. ആ രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ സർവൈലൻസിൻ്റെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിൽ മറ്റുള്ള വിഷയങ്ങൾ, ഇതിൽ ചെറിയ ചെറിയ ആശങ്കകൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ ഒബ്സർവർമാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞു. അതിനെല്ലാം ഒബ്സർവർമാർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോം വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പാലിക്കേണ്ട, ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ പ്രാവശ്യം BLAമാരുടെ കൂടി സഹായത്തോട് ചെയ്യും. ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ അടുത്ത് റൂട്ട് ചാർട്ടുകളടക്കം കൊടുത്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അവർക്കുള്ള വറി ലിസ്റ്റ്, അവർക്കുള്ള ആശങ്കകളുള്ള ലിസ്റ്റുകൾ ഒബ്സർവർമാർക്കും അതേപോലെ തന്നെ പോലീസിനും ജില്ലാ ഇലക്ഷൻ ഓഫീസിനും തരികയാണെങ്കിൽ അതുകൂടി പരിശോധിച്ചിട്ടായിരിക്കും നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഫോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് പ്ലാൻ ഉറപ്പാക്കുന്നത്. അതേപോലെ ഇതിൻ്റെ മൂവ്മെൻറ്റും, മെഷീനുകളുടെ മൂവ്മെൻറ്റും ബാലറ്റുകളുടെയും നമ്മുടെ ഹോം വോട്ടിങ്ങിൻ്റെ ആയാലും എസൻഷ്യൽ സർവീസ് വോട്ടിങ്ങിൻ്റെ ബാലറ്റ് യൂണിറ്റുകളായാലും ഇതെല്ലാം പോലീസിൻ്റെ സെക്യൂരിറ്റിയോടുകൂടി GPS ഘടിപ്പിച്ച വാഹനങ്ങളിൽ ക്യാമറയുടെ അടക്കം സഹായത്തോടെയായിരിക്കും ചെയ്യുന്നത്. അതിലും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. 3 മുന്നണികളും കൊണ്ടുപിടിച്ച പ്രചാരണമാണ് നടത്തിവരുന്നത്. കൺവെൻഷനുകളും റോഡ് ഷോയും എല്ലാ മുന്നണികളും മുഴുവൻ ബൂത്തുകളിലും പൂർത്തിയാക്കി. പൊതു ഇടങ്ങളും കോളേജുകളും കയറിയിറങ്ങിയുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് LDF പ്രചാരണം. വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് UDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജില്ലയിൽ പൂർത്തിയാക്കിയ കേന്ദ്ര പദ്ധതികൾ ചൂണ്ടിക്കാട്ടി വികസിത കേരളം എന്ന ലക്ഷ്യത്തോടെയാണ് NDAയുടെ പ്രചാരണം. ദേശീയ സംസ്ഥാന നേതാക്കൾ ഇതിനകം ജില്ലയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞു. വോട്ടെടുപ്പ് അടുക്കുന്നതോടെ കടുത്ത വേനൽ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമാവുകയാണ് ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് KO ശശിധരൻ, കണ്ണൂർ ജില്ലാ പ്രതിനിധി. അവതരണം സോഫിയ ഡാനിയൽ.